ഞാൻ സിന്ധു സതീശൻ. വേടൻ 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 ഈ ഒരു വാക്കാണ് നമ്മുടെ പ്രബുദ്ധ മലയാളികൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. വേറൊരു വാക്കില്ല കേരളത്തിൽ. വേടൻ എന്ന റാപ്പ് ഗായകൻ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ സൂഡാപ്പികളുടെയും ജിഹാദികളുടെ ഒക്കെ കണ്ണിലുള്ളിലാണ് ഇപ്പോൾ. അവരുടെയൊക്കെ പടനായകൻ എന്നാണ് പറയപ്പെടുന്നത്. വേടൻ എന്ന പാട്ടുകാരൻ ജാതീയതയ്ക്കെതിരെയാണ് അത്ര പടപൊരുത്തുന്നത്. എൻ്റെ അറിവിൽ ഈ ഇടത് ലിബറൽ ജിഹാദി കൊണ്ടു നടന്നവരൊക്കെ എങ്ങും എത്തപ്പെടാതെ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു തിരിയുന്നതാണ് കാണുന്നത്. ഉദാഹരണത്തിന് കുറച്ച് വർഷം മുന്നേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഹൈന്ദവ ആചാര ലംഘനത്തിന് വേണ്ടി കുറേയേറെ സ്ത്രീകളെ ശബരിമലയിലേക്ക് രാത്രിയുടെ മറവിൽ സർക്കാരിൻ്റെ സഹായത്തോടെ കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളത്. ഇടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇടത് ചിന്താഗതിക്കാരുടെ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഹൈന്ദവ ആചാരങ്ങൾ ലംഘിക്കുക, ഹൈന്ദവ മതവിശ്വാസത്തെ തകർക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് കട്ട സപ്പോർട്ടായിട്ട് നിന്നത് ജിഹാദികളാണ്, കേരളത്തിലെ ജിഹാദികളാണ്. ഹിന്ദുക്കളുടെ മതവിശ്വാസങ്ങൾ തകർക്കാൻ, ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയ ആൾക്കാരാണ് ബിന്ദു അമ്മിണി, കനകദുർഗ, അതുപോലെ തന്നെ രഹ്ന ഫാത്തിമ. ഇപ്പോൾ അവരെവിടെയാണ്? അവരുടെ സ്ഥിതി എന്താണെന്ന് മലയാളികൾക്ക് ഓർമ്മയുണ്ടോ? അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇടത് സർക്കാരിൻ്റെ സഹായത്തോടെ ആർക്കും വേണ്ടാത്ത ഒരു സാമൂഹ്യ വേസ്റ്റ് പോലെ, സോഷ്യൽ വേസ്റ്റ് പോലുള്ള കുറച്ച് ആൾക്കാരെയാണ് ശബരിമലയിൽ കയറ്റി ആചാര ലംഘനം നടത്താൻ സർക്കാർ സംവിധാനം തയ്യാറായത്. ഈ സർക്കാർ സംവിധാനം എന്ന് എടുത്തു പറയാൻ കാരണം, രഹ്ന ഫാത്തിമയെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി തങ്ങളുടെ ഉടുപ്പ് ഒരുക്കൊടുത്തത് പോലീസുകാരാണ്. പോലീസ് വേഷത്തിലാണ് രഹ്ന ഫാത്തിമ ശബരിമലയിൽ കയറാൻ തുനിഞ്ഞിറങ്ങിയത്. അന്ന് ഈ സ്ത്രീകൾക്ക് നേരെയും ആചാര ലംഘനത്തിനെതിരെയും ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിഷേധിച്ചത് സംഘപരിവാറുകാരും ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ വിശ്വാസികളുമാണ്. ആ സമയത്ത് ഈ 3 സ്ത്രീകൾ ശബരിമലയിൽ കയറി ആചാര ലംഘനം നടത്തിക്കഴിഞ്ഞ് പിണറായി വിജയൻ്റെ പേര് സ്വർണ്ണലിപിയിൽ എഴുതി ചേർക്കപ്പെടുമത്രേ. അങ്ങനെയാണ് ഈ CPM നേതാക്കളൊക്കെ ആ സമയത്ത് പറഞ്ഞുകൊണ്ട് നടന്നത്. ഈ ആചാര ലംഘനത്തിലൂടെ പിണറായി വിജയനെ കേരളത്തിൻ്റെ നവോത്ഥാന സ്ഥാപകന്മാരിൽ ഒരാളാക്കി തീർക്കാമെന്നായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ദിവാസ്വപ്നം. എന്നാൽ സംഘപരിവാറിൻ്റെ, ഹിന്ദുത്വ സംഘടനകളുടെ, ഹൈന്ദവ വിശ്വാസികളുടെ ശക്തമായ പ്രതിരോധം ഇടത് സർക്കാരിൻ്റെ ഹൈന്ദവ വിരുദ്ധതയെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു. അന്ന് ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഹൈന്ദവ ആചാരത്തെ തകർക്കാൻ വേണ്ടി, ആചാരാനുഷ്ഠാനങ്ങളെ ആലങ്കോലമാക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് കയറി ചെന്ന കനകദുർഗയെ അവരുടെ കുടുംബം തള്ളി പറഞ്ഞു. ഒരു പൊതുസമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ട് കനകദുർഗയെ തങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാൻ തയ്യാറില്ലെന്ന് കനകദുർഗയുടെ ഭർത്താവും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയും ശക്തമായി പറഞ്ഞു. അങ്ങനെ ഈ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ചതിന് ശേഷം കനകദുർഗ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ കനകദുർഗയെ ഏതോ ഒരു ഇടത് സഹയാത്രികൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലത് തന്നെ, അവർക്ക് ഒരു ജീവിതം കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ എന്തായാലും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ, നല്ല കാര്യം. ഇനിയെങ്കിലും അവർ സാഹചര്യം മനസ്സിലാക്കി, സത്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർണമായി ജീവിക്കട്ടെ, ആശംസിക്കണം. അടുത്ത ആള് ബിന്ദു അമ്മിണിയാണ്. ഈ ബിന്ദു അമ്മിണി വക്കീലാണെന്നാണ് പറയുന്നത്. വക്കീലിൻ്റെ വകതിരിവുണ്ടോ എന്ന് ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോപ്രായങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏതെങ്കിലും വിവേകമുള്ള വ്യക്തികൾ, ഈ ബിന്ദു അമ്മിണിൻ്റെ ഫാമിലിയെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അവരുടെ ഫാമിലി ഏതാണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണോ ഒന്നും അറിയില്ല. ബിന്ദു അമ്മിയെ അറിയാം. ഈ ശബരിമലയിൽ ഹൈന്ദവ ആചാര ലംഘനത്തിന് ശബരിമലയിൽ കയറാൻ ശ്രമിച്ച ബിന്ദു അമ്മിണി എന്ന സ്ത്രീ കേരളത്തിലെ ഹൈന്ദവ ജനങ്ങൾക്കിടയിൽ, ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ കണ്ണിലെ കരടായി മാറി. സ്വാഭാവികമാണ്, നമ്മുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ തകർക്കാൻ വരുന്ന ഒരാൾ നമ്മുടെ ശത്രുവാണ്, കണ്ണിലെ കരട് തന്നെയാണ്. ബിന്ദു അമ്മിണിയെ പോലെയുള്ള, കനകദുർഗയെ പോലുള്ള, രഹ്ന ഫാത്തിമയെ പോലുള്ള ആൾക്കാർ കണ്ണിലെ കരടാവുന്നത് അന്ന് മാത്രമല്ല, അന്നും മതി, ഇന്നും മതി, എന്നുമായിരിക്കും. ശരിക്കും രഹ്ന ഫാത്തിമയേക്കാൾ കനകദുർഗയേക്കാൾ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം വാങ്ങിക്കൂട്ടിയത് ബിന്ദു അമ്മിണിയാണ്. മുളക് സ്പ്രേ അടിക്കുക, അതുപോലെ തന്നെ ബിന്ദു അമ്മിണിയെ കണ്ടെടുത്ത് വെച്ചിട്ട് ആൾക്കാരെ അടിക്കുകയാണ്. അങ്ങനെ സഹികെട്ട് ഒരു ദിവസം ഇവർ പിണറായി വിജയനെ കാണാൻ വേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നു. അവിടെ കുറേ നേരം കാത്തു നിൽക്കുന്നു. കുറേ നേരം കാത്തു നിന്നിട്ടും പിണറായി തമ്പുരാൻ ബിന്ദു അമ്മിണിയെ കാണാൻ കൂട്ടാക്കുന്നില്ല.
അങ്ങനെ അവർക്ക് ദർശനം കൊടുക്കാതെ പിണറായി വിജയൻ പുറത്തേക്ക് പോകുന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നിരാശയായിട്ട് ബിന്ദു അമ്മിണി മടങ്ങുന്നു. കേരളത്തിൽ ജീവിക്കാൻ സാഹചര്യമില്ല, ഭയമാകുന്നു കേരളത്തിൽ ജീവിക്കാൻ എന്നവർ മുഖപുസ്തകത്തിൽ മാന്തിയിട്ട് നേരെ ഡൽഹിയിലേക്ക് പോയി. ഇടതുപക്ഷത്തിന് വേണ്ടി ഹൈന്ദവ ആചാര ലംഘനം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ബിന്ദു അമ്മിണി കേരളത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇപ്പം ഡൽഹിയിലാണ് താമസിക്കുന്നത്. കനകദുർഗയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി അടുത്ത ആള് രഹ്ന ഫാത്തിമയാണ്. ഈ രഹ്ന ഫാത്തിമയാണ് കറുപ്പെടുത്ത് സന്നിധാനത്തേക്ക് വരാൻ വേണ്ടി തയ്യാറായത്. അവൾക്കാണ് പോലീസുകാർ അവരുടെ യൂണിഫോം അയച്ചു കൊടുത്ത് രഹ്ന ഫാത്തിമയെ പോലീസ് വേഷത്തിൽ സന്നിധാനത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഭക്തജനങ്ങളെ വഞ്ചിച്ച് ഹൈന്ദവ ആചാരം ലംഘിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങി പുറപ്പെട്ടവർ. ഇപ്പോൾ അവരുടെ ഗതി അറിയോ? ഉള്ള ജോലി പോയി കിട്ടി, നന്നായി. ഇപ്പം അവർ ചെയ്യുന്നത് ഏതോ ഒരു കടൽ തീരത്ത് അല്പവസ്ത്രധാരിയായിട്ട് ബിക്കിനി വിട്ട് റീൽസ് എടുക്കലാണ് പണി. അല്ല, നമുക്ക് ചേരുന്ന തൊഴിൽ നമ്മളെ തേടി വരും, നമ്മളത് ചെയ്യാൻ നിർബന്ധമാകും. അതാണിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇടത് സർക്കാരിന് വേണ്ടി ഹൈന്ദവ ആചാര ലംഘനം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കനകദുർഗയും അതുപോലെ തന്നെ ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയൊക്കെ ഒരു വഴിക്കായി, അല്ലെങ്കിൽ ഒരു വഴിക്കാക്കി. ഇനി അടുത്ത ആളാണ് കനയ്യകുമാർ. കനയ്യകുമാറിനെ പറയുമ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകമാക്കി പ്രബുദ്ധ മലയാളികൾക്ക് ഇങ്ങനെ രോമാഞ്ചം കൊള്ളും. കാരണം കേരളത്തിലെ ഈ നവോത്ഥാന നായകന്മാരും പ്രബുദ്ധ മലയാളികളൊക്കെ പറയുന്നത് കനയ്യകുമാറിനെ കണ്ടാൽ മോദി പേടിച്ച് കിടക്കുമെന്നാണ്. മോദിക്കെതിരെയുള്ള ഉറക്കെയുള്ള ഒരേ ഒരു ശബ്ദം അത് കനയ്യകുമാറിൻ്റെതാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് കനയ്യകുമാറാണ്. മോദിക്ക് ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് കനയ്യകുമാർ മാത്രമാണ്. കനയ്യകുമാർ ഇപ്പൊ എന്തായി? കനയ്യകുമാർ എവിടെ? ഇപ്പോൾ കനയ്യകുമാർ ഉണ്ടോ എന്നറിയണമെങ്കിൽ അങ്ങേരി എന്തെങ്കിലും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മൈക്കിലോ എവിടെയോ വിളിച്ചു പറയണം, എന്നാൽ അയാൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാതെ കേരളത്തിൽ ഇപ്പം കനയ്യകുമാർ എന്ന പേരേ കേൾക്കാനില്ല, ആ ഒരു ഉച്ചാരണമേ ഇല്ല. കാരണം എന്താണെന്നറിയോ? കനയ്യകുമാറിനെ കൊണ്ട് കേരളത്തിന് ഒരു ഉപകാരവുമില്ല. ഉപകാരം ഇല്ലാത്ത ആളെ എടുത്ത് തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യം എന്താണ്? ഇനി അടുത്ത മറ്റൊരാള് ധ്രുവരാത്തി, യൂട്യൂബറാണ്. എപ്പോഴും ഇന്ത്യക്കെതിരെ പറയുക, കേന്ദ്ര സർക്കാരിനെതിരെ പറയുക. ഇപ്പം BJP ഭരിക്കുന്നുണ്ട്, ഇന്ത്യക്കാർക്ക് ആർക്കും സന്തോഷമില്ല, എല്ലാവരും ദുഃഖിച്ച് ഒരു മൂലയിൽ കുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലുള്ളതിനേക്കാൾ സന്തോഷം വഴിഞ്ഞൊഴുകുന്നത് പാകിസ്ഥാനിലാണ്, ബംഗ്ലാദേശിലാണ്, അഫ്ഗാനിസ്ഥാനിലാണ്. ഇതൊക്കെ പറഞ്ഞ് ധ്രുവരാത്തിയുടെ വീഡിയോസുകൾ മില്യനാണ് കാണുന്നത്. അത്രയൊന്നും മോദിയുടെ യൂട്യൂബ് കാണുന്നില്ല. മോദിക്ക് ലൈക്കില്ല, മോദിക്ക് ഷെയർ ഇല്ല, എല്ലാം ധ്രുവരാത്തിക്ക് മാത്രം. ഇന്ത്യയുടെ ഭരണത്തിൻ്റെ മറ്റൊരു സമവായം ആരംഭിക്കുകയായി. ഇങ്ങനെയൊക്കെയായിരുന്നു കമ്മി പൊങ്ങി ജിഹാദികളൊക്കെ കേരളത്തിൽ വിളിച്ച് പുലമ്പിയത്. എന്നിട്ട് ഇപ്പം എന്തായി? ഇപ്പം ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ ധ്രുവരാത്തിയെ കുറിച്ച് പറയുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? ചാനൽ ചർച്ചകളിലുണ്ടോ? ആരൊന്നും മിണ്ടുന്നില്ല. കാരണം എന്താണ്? ഇനി ധ്രുവരാത്തിയെ കൊണ്ട് കേരളത്തിലൊരു ഉപകാരമില്ല, പിന്നെന്തിനാണ് അവനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇനി അടുത്തത് നീയാണ്. വേറെ കറുപ്പിനെ ചൊല്ലി കാട് കയറുന്നവൻ, ജാതി വെറിയിലെ ഉച്ചനീചത്വങ്ങൾ വലിച്ചെറിയാൻ ഇറങ്ങി പുറപ്പെട്ടവൻ, കേരളത്തിൻ്റെ പടനായകൻ, കറുപ്പിൻ്റെ ഉടയൻ. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ജിഹാദികളും ഒക്കെ പറയും. കാരണം അവർക്ക് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാതായി തീർന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് വേടൻ ഒരു പിടിവള്ളിയാണ്. മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജാതീയതയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സൂത്രം. അക്രമ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഭരണ പോരായ്മകളിലും മനം മടുത്ത ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അടിവേരിളക്കിക്കൊണ്ട് പാർട്ടി ഗ്രാമത്തിൽ നിന്നും സഖാക്കന്മാർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പിടിവള്ളി മാത്രമാണ് വേട നീ. മതമൗലികവാദികളുടെ ഭീകരമുഖം വെളുപ്പിക്കാനുള്ളത് മാത്രമാണ് വേട നിന്റെ ഈ കറുപ്പ്. ഇന്ന് നിന്നെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാം നാളെ നിന്നെ കൈയൊഴുക തന്നെ ചെയ്യും. കാരണം ഉപയോഗം കഴിഞ്ഞ് ചവറ്റുകൂട്ടയിലേക്ക് തള്ളുക എന്നുള്ളത് മലയാളികളുടെ സ്ഥായിയായ സ്വഭാവമാണ്. അതിൽ ഇവിടേക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് കനകദുർഗ, ബിന്ദു അമ്മിണി, രഹ്ന ഫാത്തിമ, കനയ്യകുമാർ, ധ്രുവരാത്തി. അടുത്തത് നീ. നിന്റെ പാട്ടുകൾ നല്ലതാണ്, നിന്റെ ആശയങ്ങൾ നല്ലതാണ്, അത് നിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക.
അല്ലാത്ത പക്ഷം അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നീയും ചവറ്റുകുട്ടയിലൊക്കെ തന്നെയായിരിക്കും. നിന്നെ തഴയാതെ അവർ കൂടെ കൂട്ടി യാത്ര തുടരുമെങ്കിൽ അത് നിന്റെ ഭാഗ്യമാണെന്ന് ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അന്ന് പറയും. എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ അവസാനം എന്താകുമെന്നറിയാം. മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.